അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മുടെ മക്കൾ. ആ മക്കൾ നമുക്ക് ഉപകാരപ്രദമാവുക എന്നുള്ളതാണ് ഏറ്റവും വലുത്. പക്ഷെ നമ്മുടെ മക്കൾ ഇന്ന് പരിശുദ്ധമായ ഖുർആനും സുന്നത്തുകളും ഒക്കെ പുറംകാലുകൊണ്ട് ചവിട്ടിയെറിഞ്ഞ ദുനിയാവിന്റെ അതിപ്രസരണത്തിൽ സഞ്ചരിക്കുന്നവരാണ്. എന്നാൽ 7 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ മക്കൾ ഖുർആനുമായി ബന്ധമുള്ളവരായി, ഖുർആൻ ഓതാനറിയുന്ന മക്കളായി, ഖുർആനുമായി ഇഷ്ടമുള്ള മക്കളായി വളർന്നു വരുമെന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളിലൂടെ മഹാരഥന്മാർ രേഖപ്പെടുത്തിയ എളുപ്പ വഴികളാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ 7 കാര്യങ്ങൾ ആരാണോ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത്, അവരുടെ മക്കളിലേക്ക് പ്രാക്ടിക്കലായി ചെയ്തു നോക്കുന്നത്, ഉറപ്പായും ഇതിന്റെ ഫലം ഖുർആൻ ഓതാൻ അറിയുന്ന മക്കളായി നിങ്ങൾ മാറുമെന്ന് ഉറപ്പാണ്. അള്ളാഹു അങ്ങനെയുള്ള മക്കളാക്കി കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് വിഷയത്തിലേക്ക് കടക്കാം. അള്ളാഹു നല്ലത് പഠിക്കാനും പകർത്താനും പ്രാവർത്തികമാക്കുവാനും തൗഫീഖ് നസീബാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റാഹത്തല്ലേ? അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അള്ളാഹു കൽബ് നിറച്ച് ദുആ ചെയ്തവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, കുറഞ്ഞ സമയവും കൂടുതൽ അറിവുകളുമാണ് നമ്മുടെ ലക്ഷ്യം. ഇൻഷാ അള്ളാഹ് ഇന്നും നമ്മൾ അതുപോലെ തന്നെയാണ്. വെറുതെ നിങ്ങളെ പിടിച്ചിരുത്തിയ സമയം കളയാലല്ല, പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ഇൻഷാ അള്ളാഹ് പിരിയാം. അള്ളാഹു ഭാഗ്യം തരട്ടെ ഇൻഷാ അള്ളാഹ്. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ മക്കൾ, അള്ളാന്റെ റസൂല് പറഞ്ഞു, അൽ ഔലാദ് സിർറുൽ വാലിദിഹി, മാതാപിതാക്കളുടെ രഹസ്യമാണ് മക്കളെന്ന് ആദരവായ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മക്കൾ നമ്മുടെ കൺകുളിർമയാകണം. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് എന്താണ്? റബ്ബന ഹബിലന മിന അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുനിൻ വജഅൽനാ മുത്തഖീന ഇമാമ. നിങ്ങൾ എപ്പോൾ ദുആ എന്നാലും നിങ്ങൾ ദുആറക്കേണ്ടത് എന്താണ്? പടച്ചവനെ, എൻ്റെ മക്കൾ എനിക്ക് കൺകുളിർമയാകണം, കുടുംബം നമ്മുടെ കൺകുളിർമയാകണം. മക്കൾ കാരണം ദുനിയാവിൽ എത്രയോ മാതാപിതാക്കൾ തല താഴ്ത്തിയ അവസ്ഥയുണ്ട്, മക്കൾ കാരണം തല ഉയർത്തി നിൽക്കുന്നവരുമുണ്ട്. അതുപോലെയാണ് പരലോകത്തും. നബി തങ്ങൾ പറഞ്ഞ്, നാളെ മക്കളെ കൊണ്ടുവന്ന് നിർത്തപ്പെടുമ്പോൾ ആ മക്കൾ കാരണമായി നാളെ പടച്ചവന്റെ പരലോകത്ത് തല ഉയർത്തുന്ന മാതാപിതാക്കളുണ്ട്, തല താഴ്ത്തുന്ന മാതാപിതാക്കളുമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ നമ്മുടെ മക്കൾ പലപ്പോഴും ദുനിയവിയായ കാര്യങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഖുർആൻ ഓതാൻ അറിയില്ല, ഖുർആനുമായി ബന്ധമില്ല, ഒരു യാസീൻ പോലും ഓതുന്നില്ല എന്ന രീതിയിലേക്ക് നമ്മുടെ മക്കളും പേരക്കിടാങ്ങളും മാറുന്ന ഒരു ദുരവസ്ഥ നമുക്ക് സംജാതമാണ്. എന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് മരണപ്പെട്ടു എന്ന് വിചാരിക്കും. അള്ളാഹു ദീർഘായുസ്സും ആരോഗ്യാഫിയത്തും തരട്ടെ. നമ്മൾ മരണപ്പെട്ട് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ മയ്യത്ത് കൊണ്ടുവന്ന് നമ്മുടെ ഹാളിൽ കിടത്തിയേക്കാണ് കട്ടിലിൽ. എല്ലാവരും ഖുർആൻ എടുത്ത് വെച്ച് ഓതും. നമ്മുടെ ബന്ധുക്കാരും സ്വന്തക്കാരും. സ്വന്തം 10 മാസം ചുമന്ന നമ്മുടെ മകനൊരു യാസീൻ ഓതാൻ അറിയില്ല, ഒരു ഖുർആൻ ഓതാൻ അറിയില്ല. ഇതിൽ പരം എന്ത് നഷ്ടമാണ് ഉമ്മമാരെ നമുക്ക് വരാനുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. സ്വന്തം ഉമ്മാക്കൊരു യാസീൻ ഓതാൻ അറിയില്ല, സ്വന്തം ഉമ്മാക്ക് മയ്യത്ത് നമസ്കരിക്കാൻ അറിയില്ല, സ്വന്തം ഉമ്മായെ മയ്യത്ത് ഇറക്കി വെക്കാൻ അറിയില്ല, സ്വന്തം ഉമ്മാടെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയില്ല, വാപ്പാന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയില്ല. ഇതിനുമപ്പുറം 50ഉം 60ഉം കൊല്ലം നമ്മൾ ജീവിച്ചിരുന്നിട്ട് എന്താണ് നമുക്ക് നേട്ടമുള്ളത്? ആലോചിക്ക്. ഒരു യാസീൻ ഓതാൻ അറിയില്ല, അത് കേട്ടിട്ടും കണ്ടിട്ടും ഓതാൻ അറിയില്ല. അള്ളാഹു നമ്മുടെ മക്കളെ കാക്കട്ടെ. അപ്പൊ ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ മക്കൾ, ഉസ്താദെ മക്കളൊക്കെ വലുതായി, ഇനി എപ്പോഴാ നമുക്ക് പേരക്കിടാങ്ങളുണ്ടല്ലോ, അവര് മതി, അവരെ നമുക്ക് ഉപകാരപ്രദമാക്കിയെടുക്കാം. ഇൻഷാ അള്ളാഹ് ഈ 7 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ മക്കൾ ഖുർആനെ ഇഷ്ടപ്പെടുന്നവരായി, ഖുർആൻ ഓതാൻ അറിയുന്നവരായി, ഖുർആൻ കാണാതെ പഠിക്കുന്ന മക്കളായി മാറുമെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നു. വേഗം ഒരു 7 കാര്യം പറയാം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒന്നാമത്തത്, നമ്മുടെ മക്കൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ കുട്ടിയുടെ മുറിയിലോ മുന്നിലോ വെച്ച് നമ്മൾ ഖുർആൻ പാരായണം ചെയ്യണം. എന്ന് പറഞ്ഞാൽ കൂടുതലായും ഇന്നത്തെ കാലത്ത് സാധാരണ മിക്ക കുടുംബങ്ങളിലും നമ്മൾ എന്താ ചെയ്യണമെന്നറിയോ? വാപ്പായെക്കാളും ഉമ്മയെക്കാളും കൂടുതൽ കുട്ടിക്ക് ബന്ധം വാപ്പാന്റെ വാപ്പയും ഉമ്മയുമായിട്ടും ഉമ്മാന്റെ വാപ്പയും ഉമ്മയുമായിട്ടിരിക്കും. ഉപ്പ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ. അതായത് കുട്ടിയുടെ വാപ്പയോടും ഉമ്മയോടും കുട്ടിക്കുള്ള ബന്ധത്തെക്കാൾ, ഒരു അറ്റാച്ച്മെന്റിന് അടുപ്പത്തെക്കാൾ കൂടുതൽ സ്നേഹവും ബന്ധവും സമയവും അവിടെ വാപ്പാടെ വാപ്പയും ഉമ്മയും ഉമ്മാടെ വാപ്പയും ഉമ്മയോടാണ്. അപ്പൊ എന്റെ മകൻ മുഹമ്മദ് സിനാൻ, പലപ്പോഴും ഞാൻ പ്രഭാഷണത്തിന് പോകുമ്പോഴും പല കാര്യങ്ങൾക്ക് കൊണ്ടുകൂടെ വെക്കുമ്പോഴും എൻ്റെ വീട്ടിൽ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ ഖബറിലാണ്, സ്വർഗം കൊടുക്കട്ടെ, എൻ്റെ പ്രിയപ്പെട്ട വാപ്പയുമായിട്ടാണ് സിനാൻ മോനെ എപ്പോഴും ബന്ധം. അവന് ഉപ്പച്ചി മതി. കാരണം അങ്ങനെയാണ്. അത് സിനാന്റെ കാര്യം മാത്രമല്ല, എല്ലാ മക്കളുടെ കാര്യം അങ്ങനെയാണ്. ഉപ്പച്ചിമാരും ഉമ്മമ്മമാരൊക്കെയാണ് അവർക്ക് വലിയ അറ്റാച്ച്മെന്റ്. അള്ളാഹു ബന്ധം നിലനിർത്തി അനുഗ്രഹിക്കുമാറാകണം. അവർക്കും വലിയ സ്നേഹമാണ്. അപ്പൊ വാപ്പയും ഉമ്മയും കുട്ടിയെ തല്ലുന്നത് കണ്ടാൽ വല്യുപ്പമാർക്ക് വാപ്പാടെ വാപ്പൊക്കെ സഹിക്കൂല, ഇതിനെ കുട്ടിയെ തന്നെ ദേഷ്യപ്പെടും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കുക, വല്യുപ്പമാര് ശ്രദ്ധിച്ചോളിൽ. നമ്മുടെ പേരക്കിടാങ്ങളുള്ള റൂമിൽ അല്ലെങ്കിൽ പേരക്കിടാങ്ങൾ ഇരിക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ അവരുടെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യുക? ഖുർആൻ അവരുടെ മുന്നിലോ അവരുടെ മുറിയിലോ വെച്ച് നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്നവർ, അല്ലെങ്കിൽ നമ്മൾ
ഖുർആൻ ഓതുമ്പോൾ അടുത്ത് വിളിച്ചിരുത്തുക. അവർ കേൾക്കണം. അത് വലിയ ഒന്നും മനസ്സിലാവൂല അവരെ ഒന്ന് കേൾപ്പിക്കാൻ നിങ്ങൾ തയ്യാറാകണം. മൊബൈൽ എടുത്ത് വെറുതെ ഓണാക്കി കൊടുത്ത് റീൽസും കണ്ട് പാട്ടും കേട്ടിരുന്നാൽ പോരാ. ഉമ്മമാരെ നിങ്ങൾ ഓതുമ്പോൾ നമ്മുടെ മക്കളും പേരക്കിടങ്ങളും കേൾക്കട്ടെ. അതൊന്ന്. രണ്ടാമത്തത്, ശാന്തമായും സമാധാനപരമായും വളരെ സന്തോഷത്തോടെയും നിങ്ങൾ ചെയ്യുന്ന ഖുർആൻ പാരായണം കാണാൻ നിങ്ങളുടെ കുട്ടിയെ അനുവദിക്കുക. അത് ഭാവിയിൽ ഖുർആൻ ഓതാൻ കുട്ടിക്ക് കാര്യമാകും. ഒന്നാമത്തത് ഒന്ന് കേൾപ്പിക്കാനാണ്. മറ്റൊന്നെന്നറിയാം, നിങ്ങൾ ഖുർആൻ ഓതുമ്പോൾ അവരടുത്ത് വിളിച്ചിരുത്തി നിങ്ങൾ സമാധാനത്തിൽ ഓതണം, അതിലെ ശൈലിയിൽ ഓതണം. അപ്പൊ അതിങ്ങനെ കേൾക്കാൻ കുട്ടികൾക്ക് വലിയ രസമാണ്. പാട്ട് പോലെ ഈണത്തിൽ ഇങ്ങനെ ഓതുമ്പോൾ കുട്ടികൾ ഇങ്ങനെ കേട്ടിരിക്കും. അതിന് നിങ്ങൾ മനസ്സ് കണ്ടെത്തുക. അത് കുട്ടിക്ക് നിങ്ങൾ വലിയ ഉപകാരം, കുട്ടിക്ക് ഖുർആനോട് ഇഷ്ടം തോന്നാൻ ഒരു കാരണമാകും. മൂന്നാമത്തത്, ചെറിയ സൂറത്തുകൾ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അവ ആവർത്തിക്കാൻ നമ്മൾ കുട്ടികളെ പ്രേരിപ്പിക്കണം. അതായത് നമ്മുടെ മക്കൾ ഓതി പഠിച്ചു വരുന്ന സമയത്ത് സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഇഖ്ലാസ് കുട്ടികൾ ഇത് ആസ്വദിക്കുന്നു. നിങ്ങൾ നിരീക്ഷിക്കുകയാണെങ്കിൽ വാക്യങ്ങൾ ഒന്നുകൂടി ഒരുമിച്ച് ആവർത്തിക്കും എന്ന് പറഞ്ഞാൽ കുട്ടി ഇങ്ങനെ ഓതുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് നമ്മൾ ഒന്നുകൂടി ഓതുക. അപ്പൊ കുട്ടി വീണ്ടും ഓതും. അങ്ങനെ കുട്ടികളെ കൊണ്ട് ആവർത്തിച്ച് ഓതിപ്പിക്കുക. ഇതൊരു വലിയ റാഹത്താണ്. നമ്മുടെ മക്കൾ ഖുർആൻ ഓതാൻ അറിയണം. നമ്മുടെ കുഞ്ഞു മക്കൾ വലുതായിട്ട് മദ്രസയിൽ പോകട്ടെ, അല്ലെങ്കിൽ മദ്രസയിൽ ഉസ്താദുമാർ പഠിപ്പിച്ചോളും എന്ന് നിങ്ങൾ ചിന്തിക്കണ്ട. എന്റെ പൊന്നുമോൻ മുഹമ്മദ് സിനാൻ എന്ന പൊന്നുമോൻ ഏകദേശം 3-4 വയസ്സാണ്. അവന്റെ പ്രായത്തിലുള്ള അതേ മക്കൾ എന്റെ മകൻ പഠിക്കുക തൊട്ടടുത്തുള്ള റൗളത്തുൽ ഖുർആൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലാണ്. ആ സ്ഥാപനത്തിൽ അൽഹംദുലില്ലാ ഏകദേശം 30-40 കുട്ടികൾ പഠിക്കുന്നുണ്ട്. പ്ലേ സ്കൂളിലായി, LKG, UKG. പ്ലേ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, സിനാന്റെ പ്രായത്തുള്ള 3-4 വയസ്സുള്ള കുട്ടികൾ അൽഹംദുലില്ലാ ഫാത്തിഹ ഓതും, സൂറത്തുൽ ഇഖ്ലാസ് ഓതും. പലപ്പോഴും എന്റെ മുന്നിൽ നിന്ന് ഫാത്തിഹ സിനാമൻ ഓതാറുണ്ട്. നമ്മുടെ അവിടെയുള്ള കുട്ടികളൊക്കെ അങ്ങനെ തന്നെയാണ്. അങ്ങനെയുള്ള അള്ളാഹു സ്ഥാപനത്തെ, മക്കളെ അതിനുവേണ്ടി പണിയെടുക്കുന്നവരെ, പ്രവർത്തിക്കുന്നവരെ എല്ലാവർക്കും അർഹമായ പ്രതിഫലം കൊടുക്കണം. പറഞ്ഞു വന്നത്, നമ്മുടെ മക്കളെ ഖുർആനുമായി ബന്ധമുള്ളവരാക്കണം. അങ്ങനെ ബന്ധമുണ്ടാക്കുമ്പോൾ നമ്മളെ മക്കൾ ഇങ്ങനെ ഓതുന്നത് കാണുമ്പോൾ മോനെ ഒന്നുകൂടി ആവർത്തിക്കും, ഒന്നുകൂടി കേൾക്കട്ടെ, ഒന്നുകൂടി ഓദിക്കേ എന്ന് പറഞ്ഞ് ആവർത്തിച്ച് ഓദിക്കുമ്പോൾ അവരുടെ കൽബിൽ അത് മാറ്റമുണ്ടാകും. അതുപോലെ നാലാമത് നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, കുട്ടികളെ വിശുദ്ധമായ ഖുർആൻ ഓതാൻ പഠിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് കുട്ടിയെ തോന്നിപ്പിക്കണം. എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മക്കൾ ഖുർആൻ പഠിക്കണം, ഖുർആൻ മക്കൾ ഓതണം എന്ന് നമുക്ക് ആഗ്രഹമുള്ളതുപോലെ തോന്നണം. അല്ലാതെ എടാ നീ ഖുർആൻ എടുത്ത് ഓദിക്കേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുക്കളയിൽ പോകും. അവൻ ഖുർആൻ എടുക്കൂല, ഒന്നും എടുക്കൂല. അവർ ഓതുന്നത് കേൾക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനുവേണ്ടി നമ്മൾ പ്രേരണയാകണം. അതോടൊപ്പം തന്നെ അഞ്ചാമത്തത്, ഖുർആൻ പരിശുദ്ധമായ സൂറത്ത് ഇങ്ങനെ ഓതി പൂർത്തിയാക്കാൻ ഒരു ലക്ഷ്യം നമ്മൾ സജ്ജീകരിക്കുക. കാലക്രമേണ ലക്ഷ്യം വർദ്ധിപ്പിക്കുന്ന പറഞ്ഞാൽ നമ്മൾ പറയണം, മോനെ ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ഇന്ന് നമ്മളൊരു ഖുൽ ഹു അല്ലാഹ് ഓതണം. അപ്പം ചെറിയ സൂറത്താണല്ലോ, വലിയ സമയമൊന്നും വേണ്ട, അവൻ അത്ര ഓതി. നാളെ പറയണം ഇന്ന് ഖുൽ ഹു അല്ലാഹ് മാത്രം പോരാട്ടോ, ഇന്ന് സൂറത്തുൽ ഫലഖ് കൂടി ഓതണം. അങ്ങനെ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെ മക്കളെ ഖുർആനുമായി ബന്ധമുണ്ടാക്കണം. ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കും ഉസ്താദേ ഇതെല്ലാം ശരി തന്നെ, പക്ഷെ ഓൻ ഖുർആൻ എടുക്കണ്ടേ, എന്നാലല്ലേ ഇതെല്ലാം പറയാൻ പറ്റുള്ളൂ. എന്നാ നിങ്ങൾ കേട്ടോളി. ആറാമത്തത്, നമ്മളെ മക്കൾക്ക് നമ്മൾ മൊബൈൽ കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ കേൾക്കൂല. മക്കൾക്ക് അത് കിട്ടിയേ പറ്റൂ. ഭക്ഷണം കഴിക്കാനോ ഉറങ്ങാനൊക്കെ മൊബൈൽ വേണം. അങ്ങനെ ഗെയിമുകളുണ്ട്. ഇന്നത്തെ ഒരുപാട് അത്യാധുനികമായ പ്ലേ സ്റ്റോറുകളിൽ ഒരുപാട് ഗെയിമുകളുണ്ട്. അതിൽ അക്ഷരം പഠിപ്പിക്കാൻ, ഖുർആൻ പഠിപ്പിക്കാൻ. ഇപ്പം ഇസ്ലാം, നമ്മുടെ മദ്രസയിലൊക്കെ പഠിച്ച ഇസ്ലാം കാര്യം 5 അവകൾ അറിയൽ ഫർളാണ്. ഈ പാട്ടുകളൊക്കെ നമ്മളെ മക്കളെ കേൾപ്പിക്കണം. നമ്മൾ കുറെ DJ പാട്ടുകളും കുറെ സിനിമാ പാട്ടുകളും കുറെ മ്യൂസിക്കുകളും കേൾക്കുന്ന പാട്ടുകൾ നമ്മൾ എന്തിനാപ്പോ അത്? നമ്മളൊക്കെ ഇതിപ്പോ നല്ല കാര്യങ്ങൾ പറയൂ കുട്ടികളെ നമ്മുടെ നബി അവരാരാണ്, ഇതൊക്കെ നമ്മുടെ മക്കളെ കേൾപ്പിക്കണം. അതൊക്കെ പഠിക്കണം. നമ്മുടെ മക്കൾ ഇങ്ങനെ പാട്ട് പാടട്ടെ, മുത്തറസൂലിന്റെ മദ്ഹുകൾ, ഖുർആനുമായി ബന്ധപ്പെട്ട വാക്കുകൾ, ഇതൊക്കെ നമ്മുടെ മക്കളെ മൊബൈലിലൂടെ തന്നെ പഠിപ്പിക്കണം. നമ്മുടെ നാടോടമ നടുവേ ഓടണോ, മൊബൈൽ ഉപയോഗിക്കേണ്ടെന്ന് പറഞ്ഞാൽ ഒരാളും കേൾക്കൂല. ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ മൊബൈൽ കൊടുത്ത് ആ രീതിയിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അതോടൊപ്പം തന്നെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, യൂട്യൂബിലൊക്കെ എടുത്ത് നമ്മൾ വിരളി കണ്ട് തോണ്ടിയ ഖുർആൻ പോയാൽ പിന്നെ ഒരു ഹലാല് പോയാൽ അടുത്ത ഹറാമായിരിക്കും വരുന്നത്. അപ്പൊ നമ്മളത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് വീഡിയോ മാറ്റാൻ കഴിയാത്ത രീതിയിൽ നീക്കിയാൽ അതേ വരുള്ളൂ. വീഡിയോ ഓപ്പൺ ആക്കിയാൽ അങ്ങനെ ഇട്ട് കേൾപ്പിച്ചു കൊടുക്കുക. അത് മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. ഏഴാമത്തത്, എല്ലാ ദിവസവും ഖുർആൻ വായിക്കുന്നു എന്ന് കുട്ടി സാക്ഷ്യപ്പെടുത്തണം. മോനെ എല്ലാ ദിവസവും നീ തോന്നുന്നുട്ടാ, ഇനി കേൾപ്പിക്കണം, സമ്മാനമുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ മക്കൾ സ്ഥിരമായ അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ വളരെ സ്വീകാര്യ
ഉപകാരപ്രദമായ കർമ്മത്തിലേക്ക് സ്ഥിരം കാണുന്ന ഒരു കാര്യത്തിൽ താല്പര്യം ഉണ്ടാകും. ഖുർആൻ എന്നും എടുക്കാൻ എന്നും നമ്മൾ മഗ്‌രിബ് നിസ്കാരം കഴിയുമ്പോൾ മോനെ യാസീനോദാവാ എന്ന് അങ്ങനെ ഒരു തലമുറ ഉണ്ടായിരുന്നു. ഇന്നതൊക്കെ പോയി. നിങ്ങളെ ഒരുമിച്ച് യാസീനോദ, ഉമ്മമാരെ വല്യപ്പന്മാരെ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ 7 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി ഖുർആനുമായി നമ്മുടെ പേരക്കിടാങ്ങൾക്ക് മക്കൾക്ക് നിങ്ങൾ ചെയ്തു കൊടുത്താൽ ഖുർആനുമായി ബന്ധമുണ്ടാകും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഭാഗ്യം തരട്ടെ. നമ്മുടെ മക്കൾ നമ്മൾ ഖുർആൻ പഠിപ്പിക്കണം. നിബിധങ്ങൾ പറഞ്ഞു, മൻ അല്ലമ വലദഹു ആയത്തൻ മിനൽ ഖുർആൻ, ഖുർആൻ ഒരു ആയത്ത് നിങ്ങളുടെ മക്കൾ പഠിച്ചാൽ ഖൈറൽ ലഹു മിൻ ഇബാദത്തി അൽഫസന, 1000 വർഷം രാപകലില്ലാതെ ഇബാദത്ത് എടുത്ത കൂലിയുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കൾക്ക് ആ പ്രതിഫലം, നമുക്കും ആ പ്രതിഫലം കിട്ടുന്ന മക്കളാകാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തുകയാണ്. കുറഞ്ഞ സമയം, കൂടുതൽ കാര്യങ്ങൾ. ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകൾക്കായി വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ഒരു അറിവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അല്ലാഹു ഭാഗ്യം തരട്ടെ. അതോടൊപ്പം വിനീതൻ നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരം എന്ന ആത്മീയ മജ്‌ലിസ് എല്ലാ ദിവസവും രാത്രി 9 മണിക്കാണ് മജ്‌ലിസ്. ആ മജ്‌ലിസിന്റെ 101ാമത് വാർഷികവും ദുആ മജ്‌ലിസും 1500ാമത് റബീഅ സംഗമവും സെപ്റ്റംബർ 20, 21 തീയതികളിൽ കൊല്ലം ജില്ലയിലെ കടക്കൽ കുമ്മളിനടുത്ത് പള്ളിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നടത്തുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ഇതിൽ പങ്കെടുക്കണം. ഇതൊക്കെ ഒരുമിച്ച് കൂടാൻ ഒരു കാരണമാണ്. അല്ലാഹ് കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ വസിയത്തോടെ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും എല്ലാവിധ ഖൈറിന്റെ വാതായനങ്ങൾ തുറന്നിട്ട് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പുതിയ ഒരു അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.